ആയുർവേദ ദിനാഘോഷ സമ്മേളനം സമാപിച്ചു. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. കൊല്ലത്തെ മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദം പഠിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പ്ലേസ്മെന്റുകൾ വരുന്നോ എന്നുള്ള പ്രശ്നമുണ്ട്. രണ്ടുമുണ്ട്. അതിനെ എങ്ങനെ കൊണ്ടുവരും? ഇതെല്ലാം ഇതിന്റെ ഏറ്റവും നല്ല ചികിത്സ, പുതിയ സെന്ററുകൾ, അതിനെ കൊണ്ടുവരുന്നതിന്റെ വ്യാപനം, അതിന്റെ റിസർച്ച്, പിന്നെ മറ്റുള്ള സിസ്റ്റവുമായിട്ട് ചേർന്നുള്ള റിസർച്ച്. കാരണം പൂർണ്ണമായ നമ്മളിപ്പം പരിസ്ഥിതിയെ പറ്റി പറയുന്നത് ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട തരത്തിലേക്ക് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന പോലെ പ്രകൃതിയുടെ ആരോഗ്യം ഇല്ലാതാക്കിയതിന് പകരം വെള്ളം ശരിയായിട്ട് ഒഴുകാനും അഴുക്ക് മാറാനും ഒക്കെ പറ്റുന്ന പരിസ്ഥിതി സൗഹൃദമായ നിലപാട് വേണമെന്ന് പറഞ്ഞ പോലെ ശരീരത്തെ ഏറ്റവും കൃത്യമായി കാണുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം എന്ന നിലയിൽ. ആയുർവേദത്തിന്റെ ഈ തരത്തിലുള്ള സാധ്യതകൾ കൂടുതൽ വളർന്നു വരും. അതിനകത്ത് നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റണം. മുകേഷ് MLA അധ്യക്ഷതയിലാണ് ആയുർവേദ സമ്മേളനം നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ A അഭിലാഷ് സ്വാഗതം പറഞ്ഞു. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P പൂജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K അനിൽകുമാർ, അമൃത ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ NV രമേശ്, ശ്രീനാരായണ ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C രഘുനാഥൻ നായർ, ഹോമിയോ DMO ഡോക്ടർ CS പ്രദീപ്, ജില്ലാ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ സെക്രട്ടറി ഡോക്ടർ A സൂരജ്, വിവിധ സംഘടനാ നേതാക്കളായ ഡോക്ടർ രശ്മി S രാജ്, രമ്യാദാസ്, MS ഗ്രീഷ്മ, R മിനി, ശ്രീജ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് CP രതേഷ് കുമാർ നന്ദി പറഞ്ഞു. ഇതോടനുബന്ധിച്ച് ആയുർവേദ മേഖലയിൽ നൂതന ആശയങ്ങളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സ്റ്റാർട്ടപ്പും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന വിഷയത്തിൽ സ്റ്റാർട്ടപ്പ് രംഗത്തെ വിദഗ്ധൻ ഡോക്ടർ OV അഭിലാഷ് സെമിനാർ നയിച്ചു. നൂതന പദ്ധതികളുടെ ആശയങ്ങൾ, റീൽസ് മേക്കിംഗ് മത്സരം, സംവാദം എന്നിവയും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു. അമൃത ആയുർവേദ കോളേജ് കരുനാഗപ്പള്ളി, SN ആയുർവേദ കോളേജ് പുത്തൂർ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വിജയികൾക്ക് സമ്മാനദാനവും നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.